എന്റെ വിജയണ്ണ, എന്റെ വിജയണ്ണ, എന്റെ വിജയണ്ണ. അങ്ങനെ ഗോട്ട് കണ്ട്. ഗോട്ട് പേര് പോലെ തന്നെ ആട് ജീവിതമാണ് പടം. ആട് ജീവിതം. അതായത് വിജയണ്ണൻ ഒരു മുട്ടനാടാണ്. ഈ മുട്ടനാടിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ മുട്ടനാടിന്റെ ജീവിതകഥയിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് ഒരു ATS, ആന്റി ടെറർ സ്ക്വാഡ് ടീമാണ്. ഇവർ ഭയങ്കര ഗംഭീര ടീമാണ്. അതായത് ഒരാളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കൂടെ ആട്രഷ ഓടിച്ചുകൊണ്ട് വന്ന് ഡിറ്റനേറ്റർ എറിയുക. വേറൊരാള് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് പോയി ഏതെങ്കിലും മലയുടെ മേളിൽ കിടന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനകത്ത് സ്നൈപ്പർ ഗണ്ണ് വെച്ച് വെടിവെക്കുക. സ്നൈപ്പർ ഗണ്ണിന്റെ കുഴലൊക്കെ ഇരുന്ന ആട്ടമാണ്, കാറ്റടിച്ച് ഇങ്ങനെ കിടന്ന് പറക്കുകയാണ്. ആ ഗണ്ണ് വെച്ചിട്ടാണ് പുള്ളി വെടിവെച്ചിരുന്നത്. അപ്പൊ അത്ര എഫിഷ്യന്റ് ആണ് പുള്ളി. അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രശാന്ത് പുള്ളിക്കാരന്റെ ഗംഭീര ഒരു ഹെലികോപ്റ്റർ ലാൻഡിംഗ് ഉണ്ട് ട്രെയിനിന്റെ മുകളിൽ. ഇതിന്റെ രണ്ടിന്റെയും ഫോഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര ഐറ്റമാണ്. അങ്ങനെ എന്തായാലും ഇൻട്രോ സീനിൽ ഒരു ചെറിയ സർപ്രൈസ് എലമെന്റ്, ഒരു AI ക്രിയേഷൻ വെച്ചിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വർക്കായിട്ടുണ്ട്. അത് അങ്ങനെ പോയിരുന്നു. പിന്നെ നമ്മളെ ശ്രീകാന്ത് വെട്ടിയാരാണ് സിനിമയിലെ പ്രധാന വില്ലൻ. പുള്ളിക്കാരൻ എന്താ ബ്ലാസ്റ്റ് മോഹൻ അല്ലല്ലേ, എന്തൊരു ഒരു മേനൽ, അങ്ങനെ തന്നെ പുള്ളി എനിക്ക് കണ്ടിട്ട് ബ്ലാസ്റ്റ് മോഹൻ എന്ന് വിളിക്കാനാണ് തോന്നിയത്. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഒരു കഥാപാത്രം. അങ്ങനെ ഇവര് യുറേനിയം കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ യുറേനിയം കൊണ്ടുപോകുന്നതിനകത്തുനിന്ന് ഇത് നമ്മളെ ATS, പിന്നെ ആന്റി ടെറർ സ്ക്വാഡ് പിടിച്ചു മേടിക്കാൻ വരുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. അങ്ങനെ ഈ ഭയങ്കര മിഷനാണ് ഇത്. കെനിയയിൽ വെച്ച് നടക്കുന്ന ഭയങ്കരമായിട്ടുള്ളൊരു മിഷനാണ്. അങ്ങനെ ആ മിഷനകത്ത് ഇവരെല്ലാം ഭയങ്കരമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തി അവസാനം തീയിട്ട് മൊത്തം ട്രെയിനും കത്തിച്ചിട്ട് വിജയണ്ണ ഇങ്ങനെ മറ്റേ തീയുടെ ഇടയിൽ കൂടെ ഓടും. ഇത്രയും വലിയ തീയുടെ ഇടയിൽ കൂടെ ഓടുന്ന വിജയണ്ണ അതിന് തൊട്ട് മുമ്പ് ഫ്രണ്ടിൽ ഇത്തിരി തീ വന്നപ്പോഴത്തേക്ക് അനങ്ങാതെ നിന്ന് കളഞ്ഞ്. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഭയങ്കരമായിട്ടുള്ള തീയുടെ ഇടയിൽ കൂടെ ഓടാനേ അങ്ങനെ കഴിവുള്ളൂ. ചെറിയ തീയുടെ മുമ്പിൽ കൂടെ ഓടാൻ കഴിവില്ല എന്നുള്ളത് ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇൻട്രോ കഴിഞ്ഞ് ഈ പ്രഭുദേവ ഒരു ആട്ടോയും കൊണ്ടിട്ട് അതിന്റെ കീഴ് കൊണ്ടിട്ട് കറക്കിയിട്ട് ഡിറ്റനേറ്റർ എടുത്ത് പൂ പോലെയാണ് എറിയുന്നത്. ഇങ്ങനെ ചുമ്മാ എറിയാണ്. അപ്പൊ ഈ പൂ പറക്കണ മാതിരി ഡിറ്റനേറ്റർ നേരെ നിന്നിട്ട് ട്രെയിനകത്ത് ഒട്ടയാണ്. ഡിറ്റനേറ്ററിന് പിന്നെ ഇനി ചിറകുണ്ടെന്ന് ഞാൻ കണ്ടില്ല. പിന്നെ വിജയുടെ കഥയിലോട്ട്, ജീവിതത്തിലോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കോൺഫ്ലിക്റ്റുകൾ പിന്നീട് അങ്ങോട്ട് പോകും തോറും ലൈല, നേഹ, ഇവരുടെയൊക്കെ ഇൻട്രോസ് കാര്യങ്ങൾ, ഇവരുടെയൊക്കെ ലൈഫ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം കഥയിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് യുവൻ ശങ്കർ രാജയുടെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും ഒക്കെ നമ്മളെ നന്നായിട്ട് വെറുപ്പിക്കുന്നുണ്ട്. നല്ല അസാധ്യ വെറുപ്പിക്കല് BGM. ഇത് എവിടെ നിന്ന് ഇങ്ങനെ ഒപ്പിച്ചാന്ന് തോന്നും. ഇപ്പൊ പാട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗംഭീര വെറുപ്പിക്കലാണ്. അതിനകത്ത് ആ ഒരു, അതായത് ഇളയരാജയുടെ മരിച്ചുപോയ മോള് പാടിയ ആ പാട്ട് മാത്രമാണ് എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ നമ്മുടെ സ്പോട്ടിഫൈയിൽ കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നൈസാണ് അത് കേൾക്കാൻ. വിജയണ്ണനെ കൊണ്ട് തന്നെ ഒരു ഇൻട്രോ സോങ് ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇത് എനിക്ക് തോന്നുന്നു ലിയോയിൽ ഇങ്ങനെ ചെയ്തല്ലോ, അപ്പൊ നമുക്കും അതേപോലെ ഒരു സാധനം ചെയ്യാം എന്നുള്ളൊരു കാൽക്കുലേഷനിൽ എന്തോ ചെയ്തതാണെന്ന് തോന്നുന്നു. ലിയോയിൽ ചെയ്തു ഇതും ചെയ്യണം, ലിയോയിൽ ചെയ്തു ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്. പിന്നെ അമൽ ഡേവിസ് വരും. അമൽ ഡേവിസ് നമ്മളെ രണ്ടാമത്തെ വിജയ്. അമൽ ഡേവിസ് ആണ് മകനായിട്ടുള്ള വിജയ്. അങ്ങനെ അപ്പനും മോനുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അമൽ ഡേവിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കട്ട നെഗറ്റീവ് ക്യാരക്ടറാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു 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 തരത്തിലും അയാളെ ജസ്റ്റിഫൈ ചെയ്യാത്ത, ഒരു ഇതും കൊടുക്കാത്ത, ഒരു എന്താ പറയുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. പക്ഷെ ആ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ജസ്റ്റിഫിക്കേഷനും കൊടുക്കാത്ത ഒരു നല്ല നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ പെർഫോമൻസുകൾ ഇപ്പുറത്തെ വിജയ് പെർഫോം ചെയ്താലും അപ്പുറത്തെ വിജയ് പെർഫോം ചെയ്താലും ജസ്റ്റ് കോസ്റ്റ്യൂം മാറി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു ഭയങ്കര വലിയൊരു കോൺഫ്ലിക്റ്റ് വിജയുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് വരുന്ന ഏരിയയിൽ വിജയുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് AI യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, കുറച്ച് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിനകത്ത് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്രെയിലറിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയത് ഏറ്റവും ചെറിയ പ്രായം കാണിക്കുന്ന വിജയുടെ DAGing ചെയ്തിട്ടുള്ള ഫേസ് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് അത്രയൊക്കെ ചെയ്തു എന്നുള്ളത് നല്ലൊരു എഫോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കൊള്ളായിരുന്നു, നൈസായിരുന്നു. സ്റ്റോറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫാണ്. കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫിലോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് കൊണ്ടുവന്ന് സ്ഥിരം ക്ലീശ സാധനമാക്കി കൊണ്ടുവന്ന് വെക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഒരു രസമില്ലാത്തൊരു പരിപാടിയായിപ്പോൾ. അതാണ് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത്. ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രിവാൻഡ്രത്ത് സ്റ്റേഡിയത്തിലൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത സംഭവമാണ്. അപ്പോൾ അത് അന്യായ വെറുപ്പിക്കലായിരുന്നു. ഗംഭീര വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയാസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് കയറി വരും എന്ന് തോന്നുന്നിടത്ത് കൊണ്ടുവന്നിട്ട് നല്ല വെറുപ്പിക്കൽ കാണിച്ചിട്ട് നശിപ്പിച്ച് കളയുന്ന കുറെ സാധനങ്ങൾ. പിന്നെ ഫൈറ്റിന് വേണ്ടിയിട്ട് കുറെ സീക്വൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സീക്വൻസ് ഒക്കെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലേ, അതുപോലത്തെ കുറെ സാധനങ്ങൾ എടുത്ത് വെച്ചു. പിന്നെ
VFX ഒരു രക്ഷയില്ലാത്ത VFX. മറ്റേ അവതാർ ചെയ്തിരിക്കുന്ന ടീമൊക്കെ ഈ VFX നോക്കി പഠിക്കണം, കാരണം അത്ര ഗംഭീരമാണ്. വിജയണ്ണൻ മറ്റേ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് പാരഷൂട്ടായിട്ട് എടുത്ത് ചാടിയിട്ട് പാരഷൂട്ടായിട്ട് ഇങ്ങനെ പറക്കും. പാരഷൂട്ടായിട്ട് പറക്കുന്ന സമയത്ത് മറ്റേ ഈ നമ്മളെ പഴയ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ VFX യൂസ് ചെയ്യുമ്പോൾ ഈ പൂമ്പാറ്റയൊക്കെ പറന്നു പോകുമല്ലോ, മറ്റേ പേപ്പർ കഷ്ണം ഇങ്ങനെ മിന്നി 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 ഇങ്ങനെ പോകണം. അതേപോലത്തെ ഉള്ള കുറെ നല്ല VFX സീനുകൾ ഈ പടത്തിനകത്തുണ്ട്. പിന്നെ എന്തിനു പറയാ, യുവശങ്കർ രാജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നാടകത്തിന് ഇതിനേക്കാളും നല്ല അടിപൊളി മ്യൂസിക്കാണ് അവർ സെറ്റ് ചെയ്യുന്നത്. അവർ അത്രയും വേണമെന്ന് വെച്ചിട്ട് എഫേർട്ട് ഇട്ടാണ് നാടകത്തിനകത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അവർ സെറ്റ് ചെയ്യാറുണ്ട്. ഇമോഷണൽ ആണെങ്കിൽ അത് അങ്ങനെ വരും, പിന്നെ അതുപോലെ തന്നെ സംഭവങ്ങൾ അടിപൊളിയായിട്ടുള്ള സീനുകളിലാണെങ്കിൽ അവർ അത് അങ്ങനെ കൊടുക്കും. പക്ഷെ ഇവിടെ യുവൻ ശങ്കർ രാജയ്ക്ക് എന്തിനു പറ്റിയെന്നറിയാൻ വയ്യ, പുള്ളിക്ക് വയ്യെന്ന് തോന്നുന്നു. വയ്യ, അതാണ് സംഭവം. കാര്യം ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്തിനു ചെയ്താലും എല്ലാവരും കേട്ടോളൂ എന്നുള്ളൊരു തോന്നലായിരിക്കണം. മേ ബി ആ ഒരു എഫേർട്ട് ഇല്ലാത്തൊരു സാധനമാണ് വിജയ്ക്ക് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. 2 ഏരിയയിൽ മാത്രമാണ് എനിക്ക് നന്നായിട്ട് വർക്കായിട്ട് തോന്നിയത്, അത് നല്ല രസമായിട്ട് ഫീൽ ചെയ്തു. അല്ലാതെ ബാക്കിയുള്ളിടങ്ങളിലെല്ലാം ചുമ്മാ തട്ടിക്കൂട്ട്, എന്തിനോ വേണ്ടി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുക്കാം. വെങ്കടണ്ണ ഇത് മതിയാ, ഓ മതിയടാ ഉള്ളതിട്ടടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പഴയ ട്രാക്കുകളോ പ്രോഗ്രാമിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട് ഒട്ടിച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ബ്ലൂ സ്ക്രീൻ ഇട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ ഏരിയാസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ കൂടെ അഭിനയിച്ചവരാരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും നല്ല അഭിനേതാക്കളാണ്. പക്ഷേ ക്യാരക്ടർ വൈസ് കാര്യമില്ല. പിന്നെ മേട്ടനൊക്കെ വന്നിട്ട് കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു 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 കാര്യമില്ല അതിനകത്ത്, പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇതിപ്പം തുപ്പാക്കിയുടെ കുറച്ച് പോർഷനും പിന്നെ അതുപോലെ തന്നെ അഴകിയ തമിഴ് മകളിലെ കുറച്ച് പോർഷനും പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിജയുടെ തന്നെ പല സിനിമകളിലെയും കുറെ ഇപ്പൊ ലിയോയിലെ ഒരു സംഭവങ്ങളും, അതായത് ഇപ്പോൾ ഡാൻസ് വന്നു കഴിഞ്ഞാൽ ലിയോയിലെ സെറ്റ് ഡാൻസ് അങ്ങനെ കുറെ സാധനങ്ങൾ, അതും ഡാൻസ് സ്റ്റെപ്പുകൾ പോലും വിജയ്ക്ക് സാധാരണയായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ ആ ഇൻട്രോ സോങ്ങിനകത്തും പിന്നെ മറ്റേ അമൽ ഡേവിസിന്റെ ഡാൻസ് പാളിപ്പോയൊരു സ്പാർക്ക് സോങ് ഉണ്ടല്ലോ, ആ സോങ്ങും ഒക്കെ വൻ വൻ വെറുപ്പിക്കലായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ഗതിയില്ലാത്ത കുറെ സാധനങ്ങൾ. അമൽ ഡേവിസിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ അത് അതിനേക്കാളും കഷ്ടം. വലിയൊരു ടീഷർട്ട് ഇട്ടിട്ട് അതിന്റെ മേളിൽ കൂടെ വലിയൊരു ഷർട്ടും കൊടുത്ത് വലിയൊരു പാന്റും കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീക്കനായി. അങ്ങനെ ഒരു സാധനം എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. വെറുപ്പിക്കുക, അതായത് ഉള്ളതും മതി, പക്ഷെ ആ ചെയ്യുന്നത് നല്ല വൃത്തിയാവണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഓഡിയൻസ് ഒരു വിജയ് സിനിമയാണെങ്കിൽ മാക്സിമം അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ എനിക്കാണെങ്കിൽ ഒരു വൺ ടൈം വാച്ച് ഓക്കെ ശരിയുടെ കണ്ടു കളയാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ പോയി കണ്ടാണ്. പക്ഷെ അതിനകത്ത് ഇത്രയും നെഗറ്റീവുകൾ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് എങ്ങനെ ഇതൊക്കെ പറയാതിരിക്കും. വിജയ് ഇപ്പോൾ ലിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പൊ ആ സിനിമയിൽ വിജയ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അയാൾക്ക് പെർഫോം ചെയ്യാൻ അറിയാത്തല്ല, അയാൾ യൂസ് ചെയ്യണം. പക്ഷെ അത് യൂസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ 2 ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആ ക്യാരക്ടേഴ്സിൽ രണ്ടാമത്തെ ക്യാരക്ടർ ഞാൻ എടുത്തു പറയുന്നുണ്ട്, അത് ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്ത നല്ലൊരു നല്ലൊരു ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ കൊണ്ടുവന്ന് ബിൽഡപ്പ് ചെയ്ത് വന്നപ്പം ഒരാൾക്കും ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത പരിവായി പോയി. നമ്മൾ സ്ഥിരം കണ്ട ക്ലീശ കുറെ സാധനങ്ങൾ, ഫോൺ ടാപ്പ് ചെയ്യുന്നതിന് പകരം ഫോൺ കോൾ വെച്ച് കൊടുക്കല്, പിന്നെ അങ്ങനെ ഇങ്ങനെ. ഈ വെങ്കട് പ്രഭുവിന് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ വേണമെന്ന് വെച്ചാണോ അത് വേണ്ടെന്ന് വെച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തതെന്നുള്ളത് ഒരു പിടുത്തമില്ല. അത്രയ്ക്ക് വെറുപ്പിക്കലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് ഏരിയ ഒന്നും പറയണ്ട, അസാധ്യ വെറുപ്പിക്കലായിട്ട് തന്നെയാണ് പോണത്. പിന്നെ ഒരു ആന്റി ക്ലൈമാക്സ് ഒരു സാധനമുണ്ട്, അതാണ് ആക്ച്വലി ട്രെയിലറിൽ പിന്നെ നമുക്ക് ഒരു തോന്നിയ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ഒരു വലിയ സംഭവമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെയാണ് കുറച്ചൊരു ഡിഫറെന്റ് ഫീല് തോന്നിപ്പിക്കുന്നത്. പക്ഷെ ആന്റി ക്ലൈമാക്സ് ആണ്. അപ്പൊ ഇനി വരുന്നതിനകത്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞു വെക്കുന്നത്. ഇത് അതിന്റെ ജസ്റ്റ് ഒരു തുടക്കം മാത്രം. ഇനിയാണ് യഥാർത്ഥ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പോലെ ഒരു സെറ്റപ്പിൽ ചെയ്തിങ്ങനെ നിർത്തിയിട്ടുണ്ട്. കുറെ പാട്ടുകളുണ്ട്. ആര് ചത്താലും തൊട്ടടുത്ത് പാട്ടാണ്, ആര് ചത്താലും അപ്പ പാട്ടാണ്. നിങ്ങൾ നോക്കി കാണാം, പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ആര് മരിച്ചോ അപ്പ ഗാനമാണ്, അപ്പ സോങ് ആണ്. ഗംഭീര പരിപാടികളാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയില്ല. സോ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോവുക. ഒരു പ്രതീക്ഷയും വെക്കരുത്, ഒരു പ്രതീക്ഷയില്ല. ചുമ്മാ പഴയ വിജയുടെ ഇപ്പോഴത്തെ പടങ്ങളല്ല, പഴയ ഏറ്റവും പഴയ പടങ്ങളിലുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം പ്രതീക്ഷിക്കാനായിട്ട് നിങ്ങൾ തിയേറ്ററിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ വാച്ച് ചെയ്തിട്ട് ഇറങ്ങി വരാൻ തോന്നും. അതല്ല, ഈ ഒരു കാലഘട്ടത്തിനകത്ത് കുറെ സംഭവങ്ങളാണ് യൂസ് ചെയ്ത് നിങ്ങൾ കാണുന്നത്, വിജയുടെ പുതിയൊരു ഫേസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ അത് പ്രതീക്ഷിക്കുകയേ വേണ്ട. അത് പ്രതീക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യമില്ല. ഇത്രയും ഗതിയില്ലാത്തൊരു സ്ക്രിപ്റ്റ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് ഇങ്ങേർക്ക് എന്നെ കൊണ്ട് വെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. അത്യാവശ്യം ഒന്നുമില്ലെങ്കിലും പുള്ളി ഒരു പീക്കിൽ ഒരു ടൈമിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഈ സമയത്ത് തന്നെ ഇത്രയും ദുരന്തം പിടിച്ചൊരു പരിപാടി കൊണ്ടുവന്ന് വെക്കരുതായിരുന്നു എന്ന് കൂടെ തോന്നിപ്പോയി. അപ്പൊ എന്തായാലും പിന്നെ ഈ പറഞ്ഞ കണക്ക് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും പിന്നെ ഇവരുടെ മാരക മിഷനും ഒക്കെ ഒരു
1980s സിനിമയാണ് നിങ്ങൾ കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര പടമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഫാൻസുകാർ പൊങ്കലിടാൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല, ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, സിനിമ കണ്ട് ഞാനും ഒരു പ്രേക്ഷകൻ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മോശമായിട്ട് തോന്നും. ഇത് ഡീഗ്രേഡിംഗ് ആയിട്ടൊക്കെ ചില ആൾക്കാർക്ക് തോന്നിക്കഴിഞ്ഞാലും ഒന്നുമില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കാണുമ്പോഴത്തേക്ക് അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആയി എന്നുള്ള തോന്നൽ വരുത്തി കഴിഞ്ഞാൽ അത് മോശം തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോസും റിവ്യൂസ് റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും